തിരുവനന്തപുരം കോർപ്പറേഷൻ എപ്പോഴും വിവാദങ്ങളുടെ ഒരു ഇടമാണ്. ഭരണ പ്രതിപക്ഷ പോര് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് പല തവണകളിൽ. ഇപ്പോൾ അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് കോർപ്പറേഷൻ ഭരണം BJP ആദ്യമായി പിടിച്ചതിന് ശേഷം ഉള്ള സാഹചര്യങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF ഈ ഘട്ടത്തിൽ ഒരു അവിശ്വാസ നീക്കം കൂടി നടത്തുന്നുണ്ട്. LDF പിന്തുണച്ചാൽ BJP ഭരണം വീഴുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. തലസ്ഥാന കോർപ്പറേഷനിൽ നമ്മൾ ഇന്നലെ കണ്ടത് കൂട്ടത്തല്ലായിരുന്നു. LDFിൻ്റെയും BJPയുടെയും കൗൺസിലർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അടിയും ചീത്തവിളിയും ഒക്കെയായിരുന്നു. ഒടുവിൽ 2 കൂട്ടർക്കുമെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. മേയറുടെ കാല് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. ഇടത് കൗൺസിലറുടെ തലയിൽ തുന്നിക്കെട്ട് വേണ്ടി വന്നു. ഇടത് കൗൺസിലറുടെ പരാതിയിലെടുത്ത കേസിൽ മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ 10 കൗൺസിലർമാരും BJP കൗൺസിലറുടെ പരാതിയിൽ 5 പേരുമാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളത്. അസഭ്യം പറഞ്ഞ് ആക്രമിച്ചുവെന്നാണ് 2 FIRലെയും കുറ്റാരോപണങ്ങൾ. ഈ സംഭവത്തിലേക്കൊക്കെ നയിച്ച സാഹചര്യം ഇപ്പോൾ സത്യപ്രതിജ്ഞയാണ്. സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കിയതിനെ തുടർന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടു. പക്ഷേ അതും ഇപ്പോൾ കോടതി കയറിയിരിക്കുകയാണ്. ഭരണാധികാരിയായ കളക്ടറെ അറിയിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുന്നത്. ഒപ്പം ഭരണസ്തംഭനം എന്ന വലിയ ആരോപണം കൂടി നേരിടുന്നുണ്ട്. ഭരണസ്തംഭനം ആരോപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണത്തിനെതിരെ ഇപ്പോൾ അവിശ്വാസത്തിന് നീക്കം തുടങ്ങിയിരിക്കുകയാണ് UDF. അവിശ്വാസം വന്നാൽ നേരിടുമെന്ന് പറഞ്ഞ മേയർ VV രാജേഷ് LDF ഭരണകാലത്തെ സ്മാർട്ട് സിറ്റി നിർമ്മാണങ്ങളിലടക്കം ഗുരുതര പിഴവ് ആരോപിക്കുന്നു. കോർപ്പറേഷൻ ഓഫീസിലെ പൊരിച്ചിലിനും പോലീസ് കേസിനുമെല്ലാം പിന്നാലെ BJPക്കെതിരെ അവിശ്വാസത്തിന് UDF നീക്കം നടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നത് വലിയ ആകാംക്ഷയായി തന്നെ നിലനിൽക്കുന്നു. സത്യപ്രതിജ്ഞ റദ്ദാക്കലിൽ നിന്ന് തലയൂരിയതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP ഭരണം വലിയ പ്രതിസന്ധി നേരിടുന്നത്. കോർപ്പറേഷനിൽ ഭരണ പ്രതിസന്ധി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അവിശ്വാസ നീക്കം വരുന്നത്. കൗൺസിൽ യോഗം നടക്കുന്ന തിങ്കളാഴ്ച അവിശ്വാസത്തിനും കോർപ്പറേഷനിൽ പ്രക്ഷോഭത്തിനുമാണ് UDFിന്റെ നീക്കം. എന്നാൽ അവിശ്വാസവും സമരവും ഒരുമിച്ച് നേരിടുമെന്ന ഉറപ്പാണ് മേയർ VV രാജേഷിനുള്ളത്. LDF കാലത്തെ സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ, പാളയം മാർക്കറ്റിലെ കടകളുടെ നിർമ്മാണം, മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം, ഇതിലെല്ലാം ഗുരുതര പിഴവുകൾ സംഭവിച്ചതായി മേയർ കുറ്റപ്പെടുത്തുന്നു. ഫോറൻസിക് ഓഡിറ്റിംഗിന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും മേയർ പറയുന്നുണ്ട്. മേയറുടെ ആത്മവിശ്വാസം ഒന്ന് കാണും. 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ 2047 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെന്റ് മുന്നിലുള്ള ലക്ഷ്യം. അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തിരുവനന്തപുരം. അതിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചു. ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്വതന്ത്രാംഗത്തിന്റെ പിന്തുണയോടുകൂടി ഭരിക്കുമ്പോഴാണ് 5 വർഷത്തേക്ക് എല്ലാം സേഫ് എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിലും VV രാജേഷ് പറയുന്നത്. 51 അംഗങ്ങളുള്ള BJPക്ക് വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ ജയിലിലായതോടെ ഒരംഗത്തിന്റെ പിന്തുണ കുറഞ്ഞിട്ടുമുണ്ട്. 20 അംഗങ്ങളുള്ള UDFനും 29 കൗൺസിലർമാരുള്ള LDFും അവിശ്വാസത്തിൽ ഒന്നിച്ചാൽ അംഗബലം 49 ആകും. UDF വിമതനായ S സുധീഷ് കുമാർ കൂടി അവിശ്വാസത്തെ പിന്തുണച്ചാൽ 50-50 എന്ന നിലയിലേക്കും എത്തും. നിർണായക ഘട്ടത്തിൽ സുഗതന്റെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP. LDFും UDFും BJPക്കെതിരെ ഒന്നിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. അതായിരിക്കും ഈ അവിശ്വാസത്തിൽ ഏറ്റവും നിർണായകവുമാവുക. മാലിന്യ നീക്കം കാര്യക്ഷമമാക്കണമെന്നും കൈയും കാലും ഒന്നും ഒടിയുന്നത് കൊതുകിനറിയില്ല എന്നുമായിരുന്നു ഇന്നലത്തെ BJP CPM സംഘർഷം സൂചിപ്പിച്ച് ആരോഗ്യമന്ത്രി K മുരളീധരൻ പരിഹസിച്ചത്. യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയവും അതാണ്. ഇപ്പോൾ വീണ്ടും കാലവർഷം ശക്തമാകുന്നതിൻ്റെ സൂചനകൾ വന്നിരിക്കുകയാണ്. പലവിധത്തിലുള്ള പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്നുണ്ട്. ഒറ്റ മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിലായത് നമ്മൾ കണ്ടു. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ അടിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അവിടെയാണ് മന്ത്രി K മുരളീധരന്റെ ഈ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷവും ഭരണകക്ഷിയായിട്ടുള്ള അടി, അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ നഗരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇനിയൊരു മഴ വന്നാൽ ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടില്ല. അന്ന് ആരോഗ്യ വകുപ്പിനെയാണ് എല്ലാവരും കുറ്റം പറയുക. ഞാൻ
മുൻകൂട്ടി ഞാൻ നൽകുന്നു. ഇപ്പോൾ പകർച്ചവ്യാധികൾ ഒരുമാതിരി കൺട്രോൾഡാണ്. അപ്പോൾ അധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് വളരെ അധ്വാനമായിരുന്നു ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച്, മറ്റെല്ലാ വകുപ്പുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ നേരത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് പകരം തമ്മത്തല്ലി കൈയും കാലും ഒടിച്ചു കഴിഞ്ഞാൽ കൊതുകുകളുടെ എണ്ണം പെരുകും. കൊതുവിനെ അറിഞ്ഞുകൂടാ, ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ള വഴക്കാണെന്ന്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നഗരസഭ ഇക്കാര്യത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പകർച്ചപ്പനിയുടെ ഒരു ജില്ലയായിട്ട് തിരുവനന്തപുരം ജില്ല മാറും. നമുക്കറിയാം, രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെട്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചത്. അതിൽ അവർ തെളിയിക്കേണ്ടത് അവരുടെ ഭരണ മികവാണ്, അതിനുള്ള സാഹചര്യം ഒരുക്കലാണ്. അപ്പോൾ അതിനായിരിക്കണം ഏറ്റവും പ്രധാന ഊന്നൽ BJP കൊടുക്കേണ്ടത്. അവിടെ പരാജയമുണ്ടാകാൻ പാടില്ല. പക്ഷേ സത്യപ്രതിജ്ഞ മുതൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളുടെ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധങ്ങളാണ് അവിടെ ഉയരുന്നത്. അപ്പോൾ ആ തിരുത്ത് അവരുടെ ഭാഗത്തു നിന്നും വേണം. കെ മുരളീധരൻ പറഞ്ഞത് ഒരു മുന്നറിയിപ്പായി തന്നെ സ്വീകരിക്കേണ്ട കാര്യവുമാണ്. ജനങ്ങൾക്ക് ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. മറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത്. അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ അനുവദനീയവുമല്ല. അവരും പ്രതിപക്ഷ ധർമ്മം എന്താണ് എന്നത് കണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 ആണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.